ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പുതിയ കുറച്ച് പ്രോഡക്ട്സിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും എപ്പോഴും താല്പര്യമായിരിക്കും. നമുക്ക് കിച്ചണിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്കൊക്കെ ആണെങ്കിലും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സ് കൂടുതലായിട്ടും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ ബോക്സ് ആണ്. ബ്ലൂ കളറാണ് ഇതിൻ്റെ ലിഡ് വന്നിട്ടുള്ളത്. 7 പീസാണ് ഈ ഒരു സെറ്റിനകത്തുള്ളത്. നമുക്ക് ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള 2 പീസും സ്ക്വയർ ടൈപ്പിലുള്ള 5 പീസുമാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ആദ്യം കാണുന്നത് പോലെ ഒരു വലിയ ബോക്സ് ആണ്. അതിനുശേഷം ഉള്ളിലേക്കായിട്ടാണ് ബാക്കി 6 പീസും വന്നിട്ടുള്ളത്. നമുക്കിത് ഫ്രിഡ്ജിലേക്കാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെൽഫിലേക്കൊക്കെ ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അടുത്തത് വന്നിട്ടും സെയിം തന്നെയാണ്, നമ്മൾ സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് പർപ്പിൾ കളറിലെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിൽ 5 പീസാണ് ഈ ഒരു കണ്ടെയ്നർ വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പോർഷനാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇതിനുള്ളിലേക്കാണ് ബാക്കി 5 എണ്ണം സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും സർവ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ 5 ഷേപ്പും ഇതുപോലെ നമുക്ക് ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള ബോട്ടിൽസ് ആണ്. ഇതിൻ്റെ ഏറ്റവും ചെറിയ ഈ ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആണെങ്കിലും കൊടുത്തിടാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള പാത്രമാണ്. ഇതും നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം 300 രൂപയിൽ താഴെ ബഡ്ജറ്റ് വരുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് കിച്ചണിലേക്ക് മാത്രമല്ല നമുക്ക് ഷെൽഫിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാത്രങ്ങളാണിത്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഇതുപോലെ ബാസ്ക്കറ്റുകളാണ് കേട്ടോ. നമ്മുടെ ഉള്ളി, സവാള, പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന സെറ്റായിട്ടുള്ള 3 ടൈപ്പിലുള്ള ബാസ്ക്കറ്റാണ്. അടുത്തതും വീണ്ടും ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാത്രമാണ്. ഇതും വന്നിട്ട് 5 സെറ്റാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 പീസാണ്. ഒരു സ്ക്വയർ ടൈപ്പ് തന്നെയാണ് ഈ ഒരു ബോട്ടിലും വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രിഡ്ജിലേക്കൊക്കെ ഇതുപോലെ മീനോ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രമാണ്. പിന്നെ വന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലുള്ളൊരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഗ്ലാസ്സില്ലേ അതിലേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് 2 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മെയിനായിട്ട് നമുക്ക് പച്ചമുളക്, തക്കാളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ വന്നിട്ട് വീണ്ടും സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്. ഇത് കുറച്ച് ഉള്ളുള്ള പാത്രമാണ് കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ളത് എല്ലാം ഒരേ ടൈപ്പിലുള്ള അളവ് വ്യത്യാസമുള്ളതാണ്. ഇത് മൾട്ടി കളർ വന്നിട്ട് എല്ലാം ഒരേ സൈസ് ഉള്ള പാത്രങ്ങളാണ്. ഫ്രിഡ്ജ് യൂസിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് ഈ പാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ മീനൊക്കെ ഇട്ട് വെക്കാനോ ഇറച്ചിയൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിന് കുറച്ച് ഉള്ളുണ്ട്. നമുക്ക് നേരത്തെ കണ്ട പാത്രങ്ങൾ പോലെയല്ല, എല്ലാം കുറച്ച് ഉള്ളുള്ള ടൈപ്പുള്ള പാത്രമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ്. പിന്നെ വന്നിട്ട് ഇതൊരു സെറ്റായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ടൈപ്പാണ്. ഇത് നമുക്ക് കിച്ചൺ യൂസിനേക്കാളും കൂടുതൽ നമ്മുടെ ഷെൽഫിലേക്ക് വെക്കാനായിട്ടാണ്. നമ്മുടെ മക്കളുടെ എന്തെങ്കിലും ഈ ആക്സസറീസോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടേബിളിലൊക്കെ സെറ്റാക്കാൻ പറ്റുന്നൊരു ബാസ്ക്കറ്റ് ടൈപ്പാണിത്. ഇത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ ടവൽസ്, കർച്ചീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഇങ്ങനെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്സോ ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. ഇത് കിച്ചൺ പർപ്പസിനേക്കാളും കൂടുതൽ നമുക്ക് ഷെൽഫിലോ ഒക്കെ ബേർഡിലോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് നല്ലത്. പിന്നെ വന്നിട്ട് ഇതുപോലൊരു പാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴുകി ഊറ്റിയൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കൊട്ടയില്ലേ അതാണ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിൽ. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് നമ്മുടെ റിമോട്ട് അതുപോലെ ചാർജറൊക്കെ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ടൈപ്പാണ്. ഇതുപോലെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റഡി ടേബിളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഹോളിലേക്കും ഒക്കെ ആയിട്ട് സെറ്റാക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ട് വീണ്ടും ഇതുപോലുള്ളൊരു പാത്രമാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്കാണെങ്കിലും യൂസ് ചെയ്യാം.
ചെയ്യാം. മൾട്ടി പർപ്പസ് ആണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. പിന്നെ ഇതൊരു പെൻസിൽ ഹോൾഡറാണ് കേട്ടോ. സ്റ്റഡി ടേബിളിലേക്കൊക്കെ പെൻസിൽ, മാർക്കർ അതുപോലുള്ള ഐറ്റംസ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസും വ്ളോഗും എല്ലാം ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.